നമ്മുടെ നാട്ടിലെ പീഡനത്തിൽ പോലുമുള്ള രണ്ട് പക്ഷപാതം കാണണേ. ഈ അടുത്ത ദിവസം മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പീഡന കേസുകളായിരുന്നു. ഒന്ന് റാപ്പർ വേടനെതിരെയുള്ളതും മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. റാപ്പർ വേടനെതിരെ ആരോപണം വന്നപ്പോൾ വലിയ ഒച്ചപ്പാടും ബഹളവുമല്ല, പക്ഷേ ഒരു സൈഡിൽ വലിയ ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു. അതായത് റാപ്പർ വേടനെതിരെ ആ പീഡന കേസ് എടുത്തതിന് പിന്നാലെ സംഘികളും സവർണ തമ്പുരാന്മാരുടെയൊക്കെ ആഘോഷങ്ങളും സംഘി നുണ ഫാക്ടറികളുടെ എല്ലാം ആഘോഷങ്ങളെല്ലാം നമ്മൾ കണ്ടു. തൊട്ടടുത്ത ദിവസമാണ് ജീവൻ തുടിക്കുന്ന അല്ലെങ്കിൽ പിടയ്ക്കണ മീൻ പോലെയുള്ള തെളിവടക്കമുള്ള ഒരു പീഡന ആരോപണം രാഹുൽ മാങ്കൂട്ടം എന്ന സവർണനെതിരെ പുറത്തേക്ക് വരുന്നു. ഒരു സവർണ ജനപ്രതിനിധിയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇന്നലകളിൽ ആഘോഷ കമ്മിറ്റിക്കാരായിരുന്ന സംഘികൾക്ക് പോലും മിണ്ടാട്ടമില്ല. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇല്ലാത്ത ആരോപണം പറയുന്നു എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. രണ്ട് പ്രതികരണങ്ങൾ കാണിച്ചു തരാം. അതായത് പ്രധാനപ്പെട്ട രണ്ട് സംഘി ക്യാപ്സ്യൂൾ നിർമ്മാണ ഫാക്ടറികളിലെ രണ്ട് പ്രതികരണങ്ങളാണ്. ആ പ്രതികരണങ്ങൾ കണ്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം വരുമ്പോൾ ഇതേ ഫാക്ടറികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതികരണം വരുന്നുണ്ടോ? കാര്യം രണ്ട് രാഷ്ട്രീയമാണ്. സംഘികളുടെ ഒരു പ്രധാനപ്പെട്ട ജില്ല പിടിച്ചെടുത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായും സംഘികൾക്ക് കലിപ്പുണ്ടാകണം.